الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أفرأيتم الماء الذي تشربون أأنتم منزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവും സദാസമയം നമ്മെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ എത്രയധികം നേട്ടങ്ങൾ കൈവരിച്ചാലും എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും എത്രയധികം പരിവർത്തിപ്പിക്കപ്പെട്ടാലും മനുഷ്യൻ ദുർബലനാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ ഉന്നതനും അളമത്തുള്ളവനും വലിയവനും കഴിവ് തികഞ്ഞവനുമാണ് എന്നും നിത്യജീവിതം നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വയനാടുണ്ടായ ഒരു പ്രളയത്തിൽ, ദുരന്തത്തിൽ ഈ അടുത്ത് വിവാഹിതരായ അന്യസംസ്ഥാന തൊഴിലാളി അതിൽ മരണപ്പെട്ടപ്പോൾ കേരളം എന്നത് അവരുടെ വരുമാനത്തിന്റെയും ജീവിത സന്ധാരണ മാർഗത്തിന്റെയും അഭിവൃദ്ധിയുടെയും ഒരു മണ്ണായിരുന്നിടത്തു നിന്ന് കേരളമെന്നോർക്കുമ്പോൾ തീരാ നഷ്ടത്തിന്റെ, ദുരന്തത്തിന്റെ ഓർമ്മകളായി മാറുകയാണ്. മനുഷ്യൻ അവന് കയ്യിലെ സമ്പത്തുണ്ട്, കായിക ശേഷിയുണ്ട്, എല്ലാ തരത്തിലുമുള്ള ടെക്നോളജിയുണ്ട്, സെറ്റപ്പും സംവിധാനങ്ങളുമുണ്ട് എന്നെല്ലാം പറയുന്ന മനുഷ്യൻ ഈ പ്രകൃതിയുടെ ഒരു ചെറിയ
പരീക്ഷണം അവനെ ബാധിച്ചപ്പോൾ ജീവനും കൊണ്ട് കയ്യിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് ഓടാൻ മാത്രം അറിയുന്ന ദുർബലനായി നമ്മൾ മാറുകയാണ്. മനുഷ്യനേക്കാൾ വലിയ ഒരു മലയോ ഒരു കുന്നോ ഒരു മൺകൂനയോ നമ്മുടെ ദേഹത്തേക്ക് ഇടിഞ്ഞു വീണാൽ പിന്നീട് അവിടെ നിന്ന് എണീക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ, അതിശക്തമായ കുത്തിയൊഴുക്കിനെ ക്രോസ് ചെയ്ത് നീന്തി രക്ഷപ്പെടാൻ പോലും ശേഷിയില്ലാതെ ചുഴിയിൽപ്പെട്ട് ഒഴുക്കിൽപ്പെട്ട് നമ്മൾ ഒലിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ, ഓടി നടക്കുന്ന മനുഷ്യന്റെ തലച്ചോറിലെ വളരെ നിസാരമായ ഒരു ഞരമ്പ്, അതിലൂടെ ഓടുന്ന ബ്ലഡ് ഒന്ന് ക്ലോട്ടാവുകയോ അല്ലെങ്കിൽ അത് ബ്ലീഡിംഗ് അവിടെ സംഭവിക്കുകയോ ചെയ്യുമ്പോഴേക്ക് നിശ്ചലമാകുമ്പോൾ എത്രയധികം ദുർബലനാണ് നമ്മൾ. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഫഖീറുകളാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ഞാൻ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് അഹങ്കാരം നടിക്കാൻ മാത്രം എന്താണ് ഇവിടെ ഉള്ളത്? വലാ തംശി ഫിൽ അർദി മറഹ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ നടക്കരുത്. ഇന്നക ലൻ തഹ്രിഖൽ അർദ വലൻ തബ്ലുഗൽ ജിബാലു തൂലാ, നിനക്ക് ഭൂമിയെ പിളർക്കാനോ ആകാശം മുട്ടെ ഉയരുവാനോ സാധ്യമല്ല. പണമുണ്ടെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും കൂടെ ധാരാളം അണികളും സന്നാഹവുമുണ്ടെങ്കിലും മനുഷ്യന് ഭൂമിയെ പിളർത്താനാവില്ല. മനുഷ്യന് പർവ്വതത്തെ പോലെ ഉയർന്നു വളരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിനയാന്വിതരാകണമെന്ന് ഈ പ്രപഞ്ചം നമ്മളോട് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഴ ഇറക്കിത്തരുന്നതിന്റെ അനുഗ്രഹത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയും ഇവിടങ്ങളിലും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴേക്ക് അല്ലാഹുവിനെ പഴിക്കാനും പടച്ച റബ്ബ് വർഷിച്ചു നൽകുന്ന ഈ അനുഗ്രഹത്തെ കുറ്റം പറയാനും നമ്മൾ ആരും സന്നദ്ധമാകുന്നില്ല. കാരണം നാം മുഅ്മിനീങ്ങളാണ്. ഈ ഭൂമിയിലെ വെള്ളം ഞാൻ വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുമോ ഉറവജലം കൊണ്ടുവരാനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, ദാഹിച്ചവശനായിരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം, അല്ലെ, നോമ്പ് തുറക്കുന്ന സമയത്ത് തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടുമ്പോൾ കിട്ടുന്ന ആസ്വാദനം എത്രയാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ ദാഹം ശമിപ്പിക്കുന്ന, നിങ്ങൾ വിശപ്പടക്കാൻ ഭക്ഷണം പാചകം ചെയ്യുന്ന, നിങ്ങളുടെ സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും നിങ്ങൾ കുടിപ്പിക്കുന്ന ഈ ദുനിയാവിലെ ജീവന്റെ തന്നെ ഉറവിടമായ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, വെയിലേറ്റ് ഈ ഭൂമിയിലെ വ്യത്യസ്ത സ്വഭാവമുള്ള വെള്ളം ആകാശത്തേക്ക് ബാഷ്പീകരിക്കപ്പെട്ടതിനെ കാർമേഘങ്ങളിൽ വെച്ച് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധജലമാക്കി നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് പടച്ച റബ്ബാണ്. അറബിക്കടലിലെ ഉപ്പുജലം ആകാശത്തേക്ക് ബാഷ്പീകരിച്ചിട്ട് മഴയായി പെയ്തിറങ്ങുന്നത് ഉപ്പുജലമല്ല. ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നാം വിചാരിച്ചിരുന്നെങ്കിൽ ഈ മഴയെ ഉപ്പുജലമാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് എന്നാണ്. സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മാത്രം ഖുദ്റത്താണ്. അതുകൊണ്ടാണ് പടച്ച റബ്ബിന്റെ കഴിവിനെ വിളിച്ചോതുന്ന പല കാര്യങ്ങൾ പറയുമ്പോൾ സത്യനിഷേധികൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബോധ്യപ്പെടുത്താൻ എടുത്ത ശൈലി എന്താണ്? അല്ലാഹുവിനെ നിഷേധിക്കുന്നവർക്ക്, പടച്ച റബ്ബിന്റെ ഖുദ്റത്തിനെ നിഷേധിക്കുന്നവർക്ക് മരണാനന്തരം ഒരു ജീവിതം, ഒരു ഉയിർത്തെഴുന്നേൽപ്പ്, മണ്ണായ മനുഷ്യൻ വീണ്ടും ജനിക്കുകയോ എന്ന അത്ഭുതത്തോടെ ചോദിച്ചവരോട്, കണ്ണുകൊണ്ട് കാണാത്ത അത്ഭുതങ്ങൾ നിഷേധിക്കുന്നവരെ, നിങ്ങളുടെ കൺമുന്നിൽ തന്നെ പടച്ച റബ്ബിന്റെ അത്ഭുതങ്ങളുണ്ട്. നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, തൂണുകളില്ലാത്ത ആകാശം, വിടവുകളില്ലാത്ത ആകാശം, ഈ ഭൂമിയുടെ എത്രയോ ലക്ഷക്കണക്കിന് ഇരട്ടി വിശാലതയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ച ആകാശം. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ, ഒരു ചെറിയ വിടവോ ചെറിയൊരു കുറവോ പോരായ്മയോ നിനക്ക് കാണാൻ സാധിക്കില്ല. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, നമ്മുടെ കഴിവുകൊണ്ട്, കരുത്തുകൊണ്ടാണ് ഈ പ്രവിശാലമായ ആകാശത്തെ നാം ഉയർത്തിയിരിക്കുന്നത്. സഖഫൻ മഹ്ഫൂദ എന്ന ഖുർആൻ പ്രയോഗിച്ചത് സുരക്ഷിതമായ ഒരു മേൽപ്പൂരയാക്കി അല്ലാഹു തൂണുകളില്ലാതെ ആകാശ പന്തലിനെ സ്ഥാപിച്ചു, അവിടെ നക്ഷത്രങ്ങളെ സ്ഥാപിച്ചു. ഭൂമിയെ അല്ലാഹ് നമുക്ക് വാസയോഗ്യമാക്കി, ഗോളാകൃതിയിലുള്ള ഭൂമിയെ
നമുക്ക് വാസയോഗ്യമാക്കി പരന്നതാണെന്ന് തോന്നും വിധത്തിൽ ഇതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആളുകൾക്ക് താമസിക്കാൻ, വീട് വെക്കാൻ, വഴിയോരങ്ങളിലൂടെ സഞ്ചരിക്കാൻ, കൃഷിയിറക്കാൻ, ബിൽഡിങ്ങുകൾ, വലിയ വലിയ ഫ്ളാറ്റുകൾ, ബുർജ് ഖലീഫകൾ പടുത്തുയർത്താൻ ഈ ഭൂമിയെ വൽ അർദ മദദ്നാഹ, ഈ ഭൂമിയെ പരത്തി വിധാനിച്ചവൻ, സംവിധാനിച്ചവൻ നാമാണ്. ഭൂമിയുടെ മൂന്നിൽ രണ്ടിലധികം ഭാഗവും വെള്ളമായിട്ട് ഈ കര അതിൽ ലയിച്ചു പോകാതെ ഇതിനെ പിടിച്ചു നിർത്തുന്ന മലകളെ സ്ഥാപിച്ചവനാണ് പടച്ചറബ്. കണ്ണുകൊണ്ട് കാണുന്ന അത്ഭുതങ്ങളെ പഠിപ്പിച്ച് കണ്ണുകൊണ്ട് കാണാത്തതിനെ നീ വിശ്വസിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഖുർആനിന്റെ ശൈലി ഏതൊരു നാടൻ മനുഷ്യനും ബോധ്യപ്പെടുന്ന ശൈലിയാണ്. അവിടെ അള്ളാഹു പറഞ്ഞു, വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, അനുഗ്രഹീതമായ വെള്ളം ആകാശത്തു നിന്ന് ഞാൻ നിങ്ങൾക്ക് കോരി ചുരിഞ്ഞു നൽകുകയാണ്. കാർമേഘം ഒന്നടങ്കം പെയ്തിറങ്ങിയിരുന്നെങ്കിൽ, പൊളിഞ്ഞു വീണിരുന്നെങ്കിൽ നമ്മുടെ വാസം, നമ്മുടെ ജീവിതം അത് അപായത്തിലാകുമായിരുന്നു, അപകടത്തിലാകുമായിരുന്നു. അതാണ് മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്നത്. മേഘം ഒരുമിച്ച് ഒറ്റക്കെട്ടായി വീണിരുന്നെങ്കിൽ, വെള്ളം തന്നെയാണ് വരുന്നതെങ്കിൽ പോലും നമ്മുടെ ജീവിതം അപകടത്തിലാകും. ഓരോ തുള്ളി മറ്റൊരു തുള്ളിയോട് സ്പർശിക്കാതെ അടുത്തടുത്തായി, ചാരത്ത് വളരെ നിയർസ്റ്റായി, അല്ലെ? മഴ പെയ്തിറങ്ങുമ്പോ പള്ളിയിൽ നിന്ന് അപ്പുറത്ത് പാർക്ക് ചെയ്ത കാറിലേക്ക് നമ്മളൊന്ന് ഓടുമ്പോഴേക്ക്, അവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ നനഞ്ഞു കുളിക്കുകയാണ്. ഈ ചെറിയ തുള്ളികൾ നമ്മുടെ അടുക്കടുക്കായി പടച്ചറബ് സംവിധാനിച്ചിട്ട് 5 മിനിറ്റ് മഴ പെയ്താൽ വലിയ ഓവുചാലുകൾ നിറഞ്ഞ് കവിയുകയാണ്, തോടുകൾ നിറഞ്ഞ് കവിയുകയാണ്, പുഴകൾ അത് ഇരമ്പം വിളിച്ച് കുത്തി ഒഴുകുകയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അത്ഭുതം എത്ര വലുതാണ്! മണിക്കൂറുകളോളം നിന്ന് പെയ്യാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് പെയ്യാണ്. ലിറ്റർ കണക്കിന് വെള്ളം ആകാശത്ത് പടച്ചറബ് സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതെല്ലാം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ വെച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ ഇവിടെ അതിന്റെ ഒരു ഭാഗം സംഭരിച്ചിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് മഴയില്ലെങ്കിൽ വേനൽക്കാലത്ത് നമ്മുടെ ജീവിതം ദുസ്സഹമായി പോകും. വയലുകളും മറ്റു വെള്ള സംഭരണികളുമെല്ലാം തൂർത്ത് അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പടുത്തുയർത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടം. ഒരു വയലെന്ന് പറയുന്നത് ലിറ്റർ കണക്കിന് വെള്ളം സമാഹരിക്കാനുള്ള സ്റ്റോറേജാണ്. ഒരു വയൽ നികത്തുന്നതിലൂടെ, അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങൾ, അത്തരം സംവിധാനങ്ങൾ, ജലസംഭരണികൾ ഇല്ലാതാകുന്നതോടെ നമ്മുടെ ഭാവിയിലേക്കുള്ള വെള്ള സ്രോതസ്സാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. മനുഷ്യനെ വാസയോഗ്യമാക്കാൻ അത് ഉപയോഗപ്പെടുത്തരുത് എന്നല്ല പറഞ്ഞതിന്റെ ചുരുക്കം. നമുക്ക് വേണ്ടിയാണ് എല്ലാം പടച്ചോൻ സംവിധാനിച്ചത്. പക്ഷേ ജലം പടച്ചറബ് നമുക്ക് വേണ്ടി ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹവും അവന്റെ മഹത്തായ ഖുദ്റത്തും അവന്റെ കഴിവും എല്ലാം പ്രകടമാകുന്നതാണ് സുഹൃത്തുക്കളെ ഈ മഴ എന്ന് പറയുന്നത്. വല്ലാത്തൊരു അനുഗ്രഹമാണത്, സഹായമാണത്. വയനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി കനത്ത ചൂടിൽ യുദ്ധത്തിനിറങ്ങിയ സഹാബത്തിന് നേരെ പടച്ചിറബ് ചെറിയൊരു ചാറ്റൽ മഴ പെയ്തപ്പോ അവരുടെ ഹൃദയം അതിനൊരു കുളിരുണ്ടായി, അവരുടെ ശരീരത്തിനൊരു തണുപ്പുണ്ടായി, മണ്ണിനൊരു പാകമുണ്ടായി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. വേനലിന്റെ ചൂടിൽ എന്തൊരു ചൂട് എന്നും വിലപിച്ച് നടന്ന നമുക്ക് പടച്ചിറബ് ക്ലൈമറ്റിനെ തണുപ്പാക്കി തന്നു. നിമിഷങ്ങൾ കൊണ്ട് ഒരു വളവിൽ നിന്നൊരാൾ വീഡിയോ എടുക്കുകയാണ്, ഇവിടെ കനത്ത മഴ, അപ്പുറത്ത് മഴയില്ല. അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന 5 കാര്യം, മഫാതീഹുൽ ഗൈബി 5, രഹസ്യങ്ങളുടെ താക്കോൽ 5 എണ്ണമാണ് എന്ന് വിശേഷിപ്പിച്ച 5 കാര്യങ്ങളിൽ രണ്ടാമത്തേത് വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോൾ, എവിടെ, എങ്ങനെ പെയ്യണം, അത് പെയ്തിട്ട് എന്ത് റിസൾട്ട് ഉണ്ടാകണം, എല്ലാം തീരുമാനിക്കുന്നത് പടച്ചറബ് സുബ്ഹാനഹു വ തആലയാണ്. അവന്റെ അറിവും അവന്റെ കഴിവുമാണ് യഥാർത്ഥത്തിൽ ഈ മഴയിലൂടെ നാം നേടിയെടുക്കുന്നത്. നമ്മളെല്ലാം നേടി എന്ന് പറയുമ്പോഴും പടച്ചവനെ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നാം ശ്വസിക്കുന്ന ഓക്സിജൻ അല്ലാഹുവിന്റേതാണ്, നാം നടക്കുന്ന ഭൂമി അല്ലാഹുവിന്റേതാണ്, നാം കുടിക്കുന്ന വെള്ളം അല്ലാഹുവിന്റേതാണ്. നമ്മുടെ ശരീരത്തിലെ 100 കണക്കിന് പ്രോസസ്, ഏക്കർ കണക്കിന് വിശാലമായ മൈതാനിയിൽ സെറ്റ് ചെയ്ത ഒരു ഫാക്ടറിയെ പോലും വെല്ലുന്ന ഫാക്ടറിയാണ് ഈ നിൽക്കുന്ന 19 കിലോ ഭാരമുള്ള ഈ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അത്യത്ഭുതകരമാണ്. ഒരേ സമയം 100 കണക്കിന് ഫംഗ്ഷനുകൾ, മൾട്ടി ടാസ്കിംഗ് എന്നതിനെ അന്വർത്ഥമാക്കിയതാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു,
അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിന്റെ ശരീരത്തെക്കുറിച്ച് നീ ചിന്തിച്ചാൽ തന്നെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കഴിവുള്ളവനാണെന്നും എത്ര വലിയ അനുഗ്രഹദാതാവാണ് എന്നും. ആ പടച്ച റബ്ബിന്റെ വിളിക്കുത്തരം കൊടുക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ആ പടച്ച റബ്ബിനെ വെല്ലുവിളിച്ച് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ആ പടച്ച റബ്ബിനെ നിഷേധിച്ചിട്ടും കൊച്ചാക്കിയിട്ടും കബളിപ്പിച്ചിട്ടും അതുപോലെ തന്നെ പരിഹസിച്ചിട്ടും സമൂഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുമാനം കൊയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരുടെ പ്രചാരകരായി നമുക്കെങ്ങനെ മാറാൻ സാധിക്കും? ഓരോ ശ്വാസത്തിലും പടച്ച റബ്ബിന്റെ നിഅമത്തും പടച്ച റബ്ബിന്റെ ഖുദ്റത്തും പടച്ച റബ്ബിന്റെ ആ ഒരു നിയന്ത്രണത്തിലുമാണ് സഹോദരന്മാരെ നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു അൽ അലിയുൽ കബീറാണ്. അവൻ ഉന്നതനാണ്, അവൻ വലിയവനാണ്. അതിന്റെ അടയാളമാണ് ഭൂമിലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും കുടുമ അല്ലാഹുവിന്റെ കയ്യിലാണ്. അവന്റെ മശീഅത്തില്ലാതെ അവന്റെ ഖുദ്റത്തില്ലാതെ ഒരനക്കം ചലിപ്പിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുവത്തില്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് പറയാൻ കാരണം അതാണ്. നിന്റെ തോട്ടത്തിൽ കയറിയപ്പോൾ നീ പറയേണ്ടിയിരുന്നത് ഈ തോട്ടം ഒരിക്കലും നശിക്കില്ലെന്നല്ല, എന്റെ കയ്യിൽ സംഘശക്തിയുണ്ടെന്നല്ല, എനിക്കൊരുപാട് കാശുണ്ടെന്നല്ല. വലൗലാ ഇദ്ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ തോട്ടത്തിൽ കയറിയപ്പോൾ നിനക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? എങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? വലൗലാ ഇദ്ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു. അല്ലാഹുവിന്റെ മശീഅത്താണ് എന്റെ ഈ പരന്നു കിടക്കുന്ന കൊലച്ചു നിൽക്കുന്ന തോട്ടങ്ങൾ. അല്ലാഹുവിന്റെ ഖുദ്റത്തും അല്ലാഹുവിന്റെ റഹ്മത്തുമാണ് എന്റെ ഈ വീട്. അല്ലാഹുവിന്റെ റഹ്മത്താണ് എന്റെ ഈ കാറ്. അല്ലാഹുവിന്റെ റഹ്മത്താണ് എന്റെ ഈ ജോലി. അല്ലാഹുവിന്റെ റഹ്മത്താണ് എന്റെ ഈ മക്കൾ. അല്ലാഹുവിന്റെ റഹ്മത്താണ് ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിലുടനീളം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഖുവത്തില്ലാതെ ഒന്നും നടക്കില്ലെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് തോട്ടക്കാരന് ഉപദേശിച്ച കൂട്ടുകാരന്റെ ചരിത്രമാണ് എല്ലാ യൗമുൽ ജുമഅയിലും നമ്മളെ കൊണ്ട് പടച്ച റബ്ബ് പുണ്യമായിട്ട് ഓദിപ്പിക്കുന്നത്. ഒരു ജുമഅ ദിവസം അസ്തമിക്കും മുമ്പ് അൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത ജുമഅ വരെ നമുക്ക് പ്രകാശമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ സൂറത്തു അൽ കഹ്ഫ് സുഹൃത്തുക്കളെ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ധാരണകളെ, നമ്മുടെ ജീവിത ലക്ഷ്യത്തെ, നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യത്തെ എല്ലാം ആഴ്ച തോറും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് സഹോദരന്മാരെ. സൂറത്ത് അവസാനിക്കുമ്പോൾ പടച്ച റബ്ബ് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ശിർക്കിനെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചുമെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിശ്വസിച്ച ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിവല. ആ സ്വർഗത്തിൽ അനുഗ്രഹങ്ങളിൽ ഒരു മാറ്റം അവർ കൊതിക്കുകയില്ല. പിന്നീട് നരകത്തെ ഓർമ്മപ്പെടുത്തിയിട്ട്, നബിയെ ഓർമ്മപ്പെടുത്തിയിട്ട്, ശിർക്കിനെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തിയിട്ട് പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ശിർക്കില്ലാതെ ഒരുങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് സൂറത്ത് അൽ കഹ്ഫ് അവസാനിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ സൂറത്തിലൂടെ അള്ളാഹു നമ്മളെ വിവിധ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോ തോട്ടക്കാരന്റെ കഥ, രണ്ട് സുഹൃത്തുക്കളുടെ കഥ അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. അള്ളാഹു കൊടുത്ത നിഅമത്തിനെ വിസ്മരിച്ച് അഹന്തയോടെ ഭൂമിയിൽ നടന്നവനെയാണ് അള്ളാഹു നശിപ്പിച്ച് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അത്ഭുതത്തെയും അവന്റെ ഖുദ്റത്തിനെയും നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലൂടെയാണ്, മഴ പോലുള്ള അനുഗ്രഹങ്ങളിലൂടെയാണ് ഇവിടുത്തെ ജന്തുജാലങ്ങളും സസ്യലതാദികളും എല്ലാം ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്ന ആ ഒരു അനിവാര്യതയെ നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മഴ പെയ്യിക്കാതിരുന്നാൽ അതിനെ തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന നമ്മുടെ ആ ഒരു കുറവും ആ ഒരു ബലഹീനതയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് ഈ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കുകയും ഈ അനുഗ്രഹത്തിലൂടെ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള പാഠങ്ങളെ ചിന്തിക്കുകയും ചെയ്യണം. അല്ലാഹുവേ, നീ എത്ര കഴിവുള്ളവനാണെന്നാണ് ഈ പ്രപഞ്ചം നമ്മളോട് വിളിച്ചോതുന്നത്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക. അല്ലാഹുവേ, നീ ഒട്ടും കഴിവ് കുറഞ്ഞവനല്ല, നിനക്കൊരു തരത്തിലുമുള്ള കുറവുമില്ല, നീ പരിശുദ്ധനാണ് പടച്ചോനെ. നീ ഇതെല്ലാം ഉണ്ടാക്കിയത് വെറുതെയല്ലല്ലോ, നീ എത്ര കഴിവുള്ളവനാണെന്ന് ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് പറയാനാണ് സുഹൃത്തുക്കളെ അല്ലാഹു മഴയും ഇടിയും മിന്നലും എല്ലാം ഇറക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ഭൂമി അത് വിണ്ടുകീറുമ്പോൾ, അത് ഉണങ്ങിക്കടിച്ചൊന്നുമില്ലാതാകുമ്പോൾ, അതിനുമീതെ മഴ പെയ്യുമ്പോൾ ഉണങ്ങിയ ആ ഭൂമിക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വിത്തിനെ മുളപ്പിക്കുന്നത് പോലെ കദാലിക്കൽ ഖുറൂജ്, മരിച്ചു കിടക്കുന്ന നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പഠിപ്പിക്കാൻ അള്ളാഹു മഴയെയും സസ്യങ്ങൾ മുളക്കുന്നതിനെയും ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പാഠങ്ങളാണ്. മരണാനന്തര ജീവിതം സത്യമാണെന്ന് ഈ മഴ നമ്മളോട് വിളിച്ചോതുന്നുണ്ട്. അതുമാത്രമല്ല,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദാബ് ഈ മഴയിലൂടെ പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാറ്റും കോളും വരുമ്പോൾ, അന്തരീക്ഷം കറുത്തിരുളുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബേജാറാകുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമായിരുന്നു, പ്രവാചകരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറ് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പൊന്നുമോളെ ആയിഷ, ഒരുപാട് ജനപദത്തെ അല്ലാഹു ഇതിലൂടെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. ആകാശത്ത് കാർമേഘം ഇരുണ്ടുകൂടിയപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഇന്ന് മഴയുള്ള ദിവസമാണ്, സന്തോഷിച്ചോളൂ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് മഴയല്ല, ഇത് നിങ്ങൾക്കുള്ള അദാബാണ്. ഭൂമിയിൽ പടച്ച റബ്ബിനെ വിസ്മരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോ അറിയണം സുഹൃത്തുക്കളെ, നാസിയതി ബിയദിക, അല്ലാഹുവേ എന്റെ കുടുമ നിന്റെ കയ്യിലാണ്. പടച്ച റബ്ബൊന്ന് പിടിക്കാൻ തീരുമാനിച്ചാൽ നമ്മളാരുമല്ലെന്ന കാര്യം തിരിച്ചറിയുക സുഹൃത്തുക്കളെ. നമ്മുടെ ആരോഗ്യം പടച്ച റബ്ബൊന്ന് പിടിക്കാൻ തീരുമാനിച്ചത് ഇല്ലാതാകാൻ ഒറ്റ ടെസ്റ്റ് മതി. നമ്മൾ ഒന്നുമല്ലാതാകാൻ, മനസ്സിലായില്ലേ? നമ്മുടെ കാശ് ഒന്നുമില്ലാതാകാൻ പടച്ച റബ്ബൊന്ന് തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ പാഠങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളോട് വിളിച്ചു പറയുന്നത്. അള്ളാഹുവിന്റെ അത്ഭുതവും കുദറത്തുമാണെങ്കിൽ മഴ നമ്മളോട് വിളിച്ചു പറയുന്നത്, നമ്മെപ്പോലെ ജീവിച്ചു പോയ കുറച്ച് മനുഷ്യന്മാർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിച്ച് പ്രവാചകന്മാരെ കളവാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ കാറ്റിൽ പറത്തി താന്തോന്നികളായി ജീവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജീൽ. ലൂത്ത് ജനത അവർ സഡോമിസത്തിൽ സ്വവർഗരതിയിൽ സുഖം കണ്ടെത്തിയപ്പോ ലൂത്ത് നബി പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്ക് പെൺമക്കളെ കല്യാണം കഴിച്ചു തരാം, ലോകത്താരും തുടങ്ങാത്ത ഒരു നീചവൃത്തി നിങ്ങളായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടുകാർ ലൂത്തിനെ നാടുകടത്താൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിന് നേരെ വധഭീഷണി മുഴക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ കൽപ്പന വന്നു, ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, ഭൂമിയുടെ ആഴത്തിലേക്ക് ചൂഴ്ന്നെടുത്തിട്ട് പടച്ച റബ്ബ് അതിന്റെ താഴെ ഭാഗത്തെ മുകളിലേക്കും മുകൾ ഭാഗത്തെ താഴേക്കുമാക്കിയിട്ട് കീഴ്മേൽ അല്ലാഹു മറിച്ചു കളഞ്ഞു. വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൽ, അവരുടെ മേൽ ചരൽ കല്ലുകൾ കൊണ്ടുള്ള വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി എന്നാണ്. ആനക്കലഹ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അബ്രഹത്ത് ഒരുപാട് സന്നാഹവും അതുപോലെ തന്നെ തന്റെ ആന മഹ്മൂദ് അടക്കം 9 ആനകളെയും 60,000 പട്ടാളക്കാരെയുമായിട്ട് കഅബ പൊളിക്കാൻ വേണ്ടി അങ്ങ് ദൂരെ യമനിൽ നിന്ന് അയാൾ നിർമ്മിച്ച പുല്ലൈസ് എന്നു പേരുള്ള ക്രിസ്ത്യൻ ചർച്ചിലേക്ക് ആളുകളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് കഅബ പൊളിക്കണമെന്ന് തീരുമാനിച്ച് പുറപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷയിറക്കി. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ തന്ത്രത്തെ അല്ലാഹു പരാജയപ്പെടുത്തി. ഫഅർസല അലൈഹിം തൈറൻ അബാബീൽ, ചെറിയ അബാബീൽ പക്ഷികളുടെ ചുണ്ടിലും കാലുകളിലും ചെറിയ ചുട്ടുപഴുപ്പിച്ച ഇഷ്ടികകൾ പോലുള്ള മൺകട്ടകൾ കൊണ്ട് അവരെ എറിഞ്ഞപ്പോൾ അവരുടെ ദേഹം അളിഞ്ഞുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. ചത്തുചീഞ്ഞ ശവത്തിന്റെ കൈകളെടുക്കുമ്പോൾ ഊരിപ്പോരുന്നത് പോലെ ഈ ഏറുകൊണ്ട് അവരുടെ ശരീരം അളിഞ്ഞുപോയി എന്നാണ്. എന്താ അറിയോ, യമൻ മുതൽക്ക് പരിശുദ്ധ കഅബാലയം എത്തും വരേക്കും അബ്രഹത്തിനോട് പലരും തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, ഈ ഉദ്യമം പാടില്ലെന്ന്, താങ്കളുടെ മുന്നോട്ട് പോക്ക് വലിയ ഭീകരമാണെന്ന്. പരിശുദ്ധ ഹറമിന്റെ പരിസരത്തെത്തി അബ്ദുൽ മുത്തലിബിന്റെ ഉരുക്കളെ ഇയാളുടെ സൈന്യം അപഹരിച്ചിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് ചെന്നപ്പോൾ അബ്ദുൽ മുത്തലിബും പറഞ്ഞു, പരിശുദ്ധ കഅബാലയം പടച്ചവന്റേതാണ്, അതിനെ പടച്ചവൻ സംരക്ഷിക്കും, എന്റെ ഉരുക്കളുടെ ഓണർ ഞാനാണ്, അതുകൊണ്ട് എന്റെ ഉരുക്കളെ എനിക്ക് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു താക്കീത് അബ്രഹത്തിന് കിട്ടിയിരുന്നു. മാത്രവുമല്ല, കഅബക്ക് നേരെ തിരിച്ചു വെച്ച 9 ആനകളും കഅബയുടെ ഹറമിന്റെ ആ ബൗണ്ടറി കടന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാകാതെ അവർ മുട്ടുകുത്തിയിട്ട് വൈമനസ്യം കാണിച്ചു. വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും പിന്നോട്ടും പോകാൻ തയ്യാറായ ആനകൾ പരിശുദ്ധ ഹറമിന് നേരെ മുന്നോട്ട് പോകാൻ അവർ വിസമ്മതം കാണിക്കുകയും മുന്നോട്ട് തെളിക്കുമ്പോഴെല്ലാം ആനകൾ മുട്ടുമടക്കി മുട്ടുകുത്തി അവിടെ കിടക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നിട്ട് പോലും അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ അബ്രഹത്ത് അവന്റെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് കഅബ പൊളിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ നിസാരമായ രീതിക്ക് അയാളെ ശിക്ഷിക്കുകയാണ്. മക്ക മുതൽ യമൻ വരെ അതിന്റെ വഴിയോരങ്ങളിലെല്ലാം അവന്റെ പട്ടാളക്കാരുടെ അവയവങ്ങൾ വീണുകിടന്നിരുന്നു എന്നാണ് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഫൈറ്റ് പടപ്പുകൾ തമ്മിലാകുമ്പോൾ ഒരുപക്ഷെ
പക്ഷേ മനുഷ്യരുടെ ശേഷിക്കനുസരിച്ചായിരിക്കാം തിരിച്ചടി. പടച്ചവനുമായിട്ട് ഫൈറ്റ് അടിക്കാൻ മാത്രം നമ്മൾ ആരുമായിട്ടില്ലെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പാഠം ഉൾക്കൊള്ളാനും നന്ദിയുള്ളവരാകാനും അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ ഓർത്ത് പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ച എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു പറയുന്ന ഒരു വാചകം, എന്റെ ദാസന്മാർ എന്നെ നോവിക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്നു എന്ന്. എന്താണതിന് കാരണം? അന്തരീക്ഷത്തെ പഴിക്കുന്ന മനുഷ്യനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഒരിക്കലും അന്തരീക്ഷത്തിന്റെ ചൂടാകട്ടെ, തണുപ്പാകട്ടെ, മഴയാകട്ടെ, മറ്റെന്താകട്ടെ, അവിടെ പഴിക്കുക എന്നതല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. നശിച്ച മഴ, ദുരിതമഴ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മഴയെ നമ്മൾ ഒരിക്കലും പഴിക്കരുത്. ലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ. നിങ്ങൾ കാലത്തെ പഴിക്കരുത്, കാലം ഞാനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുക എന്നതാണ്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴയാക്കി ഇതിനെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കാറ്റ് വീശുമ്പോൾ അല്ലാഹുവേ ഈ കാറ്റിലെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതിലെ ഷർറും എന്ത് ഷർറിനാണോ അത് അയക്കപ്പെട്ടത് ആ ഷർറിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എല്ലാ സമയത്തും പ്രാർത്ഥനയാണ്. ഇനി മഴ കനത്ത് നമുക്ക് വെള്ളമെല്ലാം കുത്തനെ കയറി വന്ന് ആളുകളുടെ ജീവിതം ദുസ്സഹമായി എന്ന് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെയും പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അൽ അകാമി വദ്ദിറാബി വൽ ഔദിയതി വമനാബിതി ഷജർ. അല്ലാഹുവേ മഴ ഞങ്ങൾക്ക് വേണ്ടാന്നല്ല പ്രാർത്ഥന. പിന്നെ എന്താണ്? മഴ ഞങ്ങൾക്ക് വേണം. ആ മഴയെ അതിന്റെ ഫായിദ ഞങ്ങൾക്ക് കിട്ടും വിധത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക്, അപകടമില്ലാത്ത ഭാഗങ്ങളിലേക്ക് നീ മഴയെ മാറ്റിയിട്ട് അവിടെ ഭൂമിയിൽ ആ മഴ നീ പെയ്യിക്കണേ എന്നാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. ഹവാലൈന വല അലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തൊട്ട് നീ മഴയെ നീക്കിത്തരയണമേ എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കുശുമ്പും നമ്മൾ ദേഷ്യവും പ്രകടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിന്റെയൊക്കെ കൺട്രോള് അള്ളാഹുവിന്റെ കൈകളിലാണ്. ഇതില്ലാതെ നമുക്ക് ജീവിക്കാനൊട്ട് സാധിക്കുകയുമില്ല. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആധികളാണ്. ഈ ആധികളെല്ലാം അതുപോലെ ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും പറയാനുമാകില്ല. മഴയെല്ലാം കുത്തനെ കൂടി ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമോ പടച്ചോനെ? ഇങ്ങനൊരു പേടി നാളിതുവരെയുള്ള പ്രളയങ്ങളും മറ്റൊക്കെ മനസ്സിലുള്ളത് നമുക്ക് ഉണ്ടാവും. ആ പേടിയെ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ വ്യഥകളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ എല്ലാ വിഷമങ്ങളും നമുക്ക് പറയാൻ പടച്ച റബ്ബുണ്ട്. അവന്റെ കയ്യിലാണല്ലോ ഇതിന്റെ എല്ലാം കൺട്രോള്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടകരമായ നീക്കങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യണം. കഴിഞ്ഞ ദിവസം ചാലിയാറിൽ ഒഴുകിപ്പോകുന്ന മരം പിടിക്കാൻ വേണ്ടി 3 യുവാക്കള് നീന്തി പുഴയിലിറങ്ങിയിട്ട് അതിലൊരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. സുഹൃത്തുക്കളെ, ഇത്രയും കുത്തിയൊഴുകുന്ന, 2 സൈഡും മുട്ടി ഇത്രയും ശക്തമായ ചെളിയും മണ്ണും മരവും എല്ലാം ഒഴുകി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒഴുകിപ്പോകുന്നത് ഒഴുകിപ്പോട്ടെ, അതിനേക്കാൾ വലിയതാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ വിശ്വാസത്തിനും കർമ്മത്തിനും അനുസരിച്ചുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സുഹൃത്തുക്കളെ, വലിയ അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിത്യവും കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്കുള്ളത് നമുക്ക് തന്നെ വരുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പടച്ചോൻ ഏൽപ്പിച്ചിട്ടൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആ ഒരു അമാനത്ത് നമ്മൾ പാലിക്കുക എന്നത് പ്രത്യേകം സൂക്ഷിക്കുക. നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ നല്ലോ ശ്രദ്ധിക്കുക. അവർ കളിക്കാൻ പോകുന്നതും കുളിക്കാൻ പോകുന്നതും വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളും തന്നെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ വലിയ ഗർത്തങ്ങളൊക്കെ റോഡിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഫാന്റെ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്താണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി ഓടിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈക്ക് ഓടിക്കുകയാണെങ്കിലും കാർ ഓടിക്കുകയാണെങ്കിലൊക്കെ വലിയ കുഴികളിൽ ചെന്ന് വീഴുന്നത് പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ചെളി തെറിക്കുന്നതും, വാഹനം നമ്മൾ തിരക്കിലായിരിക്കും പോകുന്നത്,
പക്ഷേ മഴക്കാലമാകുമ്പോൾ അല്പം നേരത്തെ ഇറങ്ങാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാഹനങ്ങൾ ശ്രദ്ധിച്ചോടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ചെളി തെറിക്കുന്നതും അവർക്ക് ഉപദ്രവമുണ്ടാകുന്നതും ഒക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആരോഗ്യ വിദഗ്ധന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രാഫിക് റൂൾസ് നമ്മൾ പാലിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. മഴയാണെങ്കിലും മറ്റു പ്രയാസങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകളും ആരാധനകളിലും ഒരു അമാന്തവുമില്ലാതിരിക്കുക. നല്ല തണുപ്പും നല്ല മഴയൊക്കെ ആവുമ്പോൾ സുബഹിന്റെ നേരത്ത് നന്നായിട്ട് ഉറങ്ങാനുള്ളൊരു മൂഡ് നല്ലോണം ഉണ്ടാവും. ആ ഒരു സംഗതിയെ നമ്മൾ ഗൗരവത്തിൽ കാണണം. ഉറങ്ങിപ്പോകാതെ സുബഹി ജമാഅത്തിന് പങ്കെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അവൻ നൽകിയ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഇൽമും ഈമാനും തഖ്വയും അല്ലാഹു ഏറ്റി നൽകട്ടെ. നമുക്ക് നൽകിയ എല്ലാറ്റിനും അല്ലാഹു ഖൈറും ബറക്കത്തും സിയാദത്തും ഖുർറത്തു ഐനും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ മുസീബത്തുകളും അല്ലാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമ്മളിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ സുഹൃത്തുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കുടുംബപരമായിട്ടൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുയുടെ അവർക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കി ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന മാറാരോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നൽകിയ ആയുസ് അതെപ്പോൾ അവസാനിക്കുമെന്നറിയില്ല. ഉള്ള സമയം ഇബാദത്തുകളും ദിക്റുകളും ദുആകളുമായി പടച്ചറബിലേക്ക് അടുക്കാനും ഏത് സമയത്ത് മരിച്ചാലും സ്വർഗ്ഗക്കാരനായി പടച്ചറബിനെ കണ്ടുമുട്ടാനുമുള്ള മഹത്തായ ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും നിർഭയത്വവും നിലനിർത്തി തരുമാറാവട്ടെ. രാജ്യത്ത് ആ ജനാധിപത്യത്തിനെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് രാജ്യത്തിന്റെ അധികാരം അല്ലാഹു തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തുടനീളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള പാവങ്ങൾക്ക് അല്ലാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും സമ്മാനിക്കുമാറാവട്ടെ. മനുഷ്യനെ കൊല്ലാകൊല ചെയ്ത് അതിലൂടെ സാമ്പത്തിക ലാഭവും തങ്ങളുടെ ഭൗതിക അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന അമേരിക്കയും ഇസ്രയേലും അവരുടെ ചൊൽപ്പടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങൾ അല്ലാഹു അവർക്ക് കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്കൊക്കെ സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അവരുടെ മാസ്റ്റർ ബ്രെയിനുകൾക്ക് അല്ലാഹു ഇസ്ലാമിന്റെ ഹിദായത്ത് സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.